ആവശ്യമില്ലാത്ത ഇസ്രായേലിന്റെ ചൊറിച്ചിലല്ലേ ഇപ്പോൾ വലിയൊരു യുദ്ധത്തിലേക്ക് കടക്കുന്നത്? ഇറാൻ നല്ല ശക്തമായിട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആവശ്യമില്ലാത്ത എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയിട്ട് 8-9 മാസമാണ്. ഈ 8-9 മാസം എന്ന് പറയുമ്പോൾ ട്രംപും ഒക്കെ കൂടെ തന്നെ ആലോചനയിൽ വെച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ ട്രംപ് ഈ ഹമാസിനോടും ഇറാനും ഒക്കെ തന്നെ വലിയ വാണിംഗ് കൊടുക്കുന്നുണ്ട്. എല്ലാം അവസാനിപ്പിച്ച് മടക്കി കെട്ടി പൊക്കോളണം, ലോകത്തിന് സമാധാനം വേണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയാണ് വന്നത്. പക്ഷെ ഇപ്പം ഇവർ ഈ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു 4 കാരണങ്ങൾ. ഒന്ന്, ഇറാൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളതാണ്. അതിനായി അവർ മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അറ്റാക്ക് തുടങ്ങിയെന്നുള്ളതാണ്. 2, ഇറാൻ ആണവശേഷി ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചുവെന്ന് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ കണ്ടെത്തലുണ്ട്. ഇത് ഇസ്രായേലിന് ഭീഷണിയാണ്. ഇസ്രായേലിന് ഭീഷണി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് മാത്രമായിട്ട് നിൽക്കുന്നതല്ല, ഇത് ലോകരാജ്യങ്ങൾക്കൊക്കെ തന്നെ ഭീഷണിയാണ്. അത് ഇസ്രായേൽ നേരിടുകയാണ്. ഇസ്രായേൽ ലോകത്തോടെ വിളിച്ചു പറയുകയാണ്. പിന്നെ ഇറാനിലെ ആണവായുധ നിർമ്മാണം ലോകത്തിനും ഭീഷണിയാണ്. അപ്പം ഇസ്രായേലിനെ കൊണ്ടത് ഇറാൻ്റെ ഈ ആണവായുധ ഭീഷണി അവസാനിപ്പിക്കണം. ഇപ്പം ലോകത്ത് എവിടെ ഭീകരാക്രമണം നടന്നാലും അതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ പാകിസ്ഥാൻ്റെ ഭീകരാക്രമണം തീർക്കാനായിട്ട് അല്പമെങ്കിലും സാധിച്ചത് ആർക്കാ? ഇന്ത്യക്കാണ് സാധിച്ചത്. എന്ന് പറഞ്ഞതുപോലെ ഇറാൻ്റെ ആണവായുധ നിർമ്മാണം ലോകത്തിന് ഭീഷണിയാണ്. അത് തീർക്കാനായിട്ടാണ് ഇസ്രായേൽ ഇറങ്ങുന്നത്. അപ്പോൾ ഇസ്രായേലിന് ലോകരാജ്യങ്ങളുടെ ഒക്കെ പിന്തുണ കിട്ടുമെന്നുള്ളതാണ്. കാരണം ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ്. ഈ ഇറാൻ കിടന്ന് വിളിച്ചു പോകും ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ഒന്നിക്കും എന്നൊക്കെ പറഞ്ഞ്. മുമ്പ് ഇസ്രായേലും ഹമാസും ഒക്കെയായിട്ട് യുദ്ധമുണ്ടായ സമയത്ത് ഈ ഇറാനിലെ വെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ അവിടുത്തെ മത നേതാവ് പറഞ്ഞത് ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാവരും കൂടി ഒന്നിക്കൂ, എന്നിട്ട് ഈ ജൂതന്മാരെ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് തുടച്ചു നീക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രങ്ങളൊന്നും ഈ ഇറാൻ്റെ പിന്നിൽ അണിനിരന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം ഇസ്രായേലിൻ്റെ പ്രതിരോധ നടപടി തന്നെയാണ്. ഇസ്രായേൽ ഒരേ സമയം എത്ര പേരോട് യുദ്ധം ചെയ്തവരാണെന്നറിയാമോ? ഹമാസ്, പിന്നെ ഹിസ്ബുള്ള, ഹൂതികൾ, പിന്നെ ഇറാനുമായിട്ടും യുദ്ധം ചെയ്തതാണ്. അതിൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഓരോ നിരയും ഇല്ലാതാക്കി കളഞ്ഞു. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ ലെബനൻ, സിറിയ, യമൻ ഇവരും ഒക്കെയായിട്ട് തന്നെ വലിയ നേരിടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇറാന് ഇവരെ തീർക്കണം. ആര്? ഈ ഇസ്രായേലിനെ തീർക്കണം, ഈ ജൂതന്മാരെ തീർക്കണം. ജൂതന്മാരെന്ന് പറഞ്ഞാൽ അവർ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചവരാണ്. അവർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ നേരിട്ടിട്ടുള്ളവരാണ്. വളരെ തലയുള്ളവരാണ്, അല്ലേ? ബുദ്ധി രാക്ഷസന്മാരാണ്. ബുദ്ധിയുടെ ഉറവിടം എന്ന് പറയുന്നത് പലതിൻ്റെയും അവരിലാണ് നിൽക്കുന്നത്. അവരെ തകർക്കാൻ വേണ്ടിയാണ്. ഇവരുടെ പിന്നിൽ US-ൻ്റെ പിന്തുണ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് എന്ന്. ഇറാനിലെ ടെഹ്റാനിലെ വിമാനത്താവളത്തിലൊക്കെ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇറാൻ ഇത്തരത്തിൽ അങ്ങോട്ടൊരു ആക്രമണമോ അല്ലെങ്കിൽ അങ്ങോട്ടൊരു യാതൊന്നും നടത്താതെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്തരത്തിലുള്ള മിസൈലൊക്കെ വിക്ഷേപിച്ചിരുന്നത്. തുടക്കമിട്ടത് ഇസ്രായേലാണ്. പക്ഷേ ഈ ആണവ ആയുധ ശേഖരങ്ങൾ ഇവരെ ഇപ്പം നമ്മൾ പരിധിക്കപ്പുറമായിട്ടുള്ള ഇത്തരത്തിലുള്ള യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനെ ചൊല്ലിയുള്ളൂ. പക്ഷെ അതിപ്പം നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയുള്ള UN ഉൾപ്പെടെ ഇടപെട്ട് അത് നിർത്തലാക്കാനുള്ള സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഇവർക്കെതിരെ പ്രയോഗിക്കാനുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിനെ ഇതിനെ അവർ ശരിക്കും പടിയാക്കുകയല്ലേ ചെയ്യുന്നത്. ഇസ്രായേലിന് ഇപ്പം വലിയൊരു കനത്ത നാശനഷ്ടത്തിലേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ UN-ന്റെ ഇടപെടലൊന്നും ഇല്ലെന്ന്. ഹമാസ് പിന്നെ ഇസ്രായേൽ 2023 ഒക്ടോബർ. പിന്നെ എന്തുകൊണ്ട് അമേരിക്ക ആക്രമിക്കുന്നില്ല? അല്ല, അമേരിക്കയ്ക്കാണ് ഇത്ര. ഇപ്പൊ ട്രംപ് ഇസ്രായേലുമായിട്ട് ചേർന്നു ആദ്യം പറഞ്ഞു ഞങ്ങൾ ഇതിലില്ലേ. അത് ഒരു ട്രംപിന്റെ അസൂയയല്ലേ ഇറാനോടുള്ള. കാരണം അവരുമായിട്ടുള്ള ആണവ
കരാറുകൾ കൃത്യസമയത്ത് നടക്കാതെ വന്നപ്പോഴുള്ള ഒരു അസൂയയല്ലേ ഇസ്രായേലിനെ കൊണ്ട് അടുപ്പിച്ചത്? ഈ ട്രംപ് എന്ന് പറഞ്ഞാൽ ട്രംപിന് പല കാര്യങ്ങൾ മുമ്പിൽ കാണുന്നുണ്ട്. ട്രംപ് ഇവിടെ ഈ ഹമാസുമായിട്ടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് അവിടെ ഗാസ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമം നടത്തി. ഗാസയിലുള്ള അവശേഷിക്കുന്നവരെ മുഴുവൻ ഏതാണ്ട് ഒരു 10-20 ലക്ഷം പേരുണ്ട്. അവരെ മറ്റ് ഇടങ്ങളിലേക്ക് പാർപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി, ജോർദാനിലും മറ്റുമൊക്കെ ആയിട്ട്. എന്നിട്ട് ഗാസയെ അതിൻ്റെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുക, അതൊരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ലക്ഷ്യം. ട്രംപ് കച്ചവടക്കാരനാണ്. അപ്പോൾ ഈ മറ്റ് ജോർദാനിലേക്കും മറ്റുമൊക്കെ 20 ലക്ഷം പേരെ അങ്ങോട്ട് പാർപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമില്ല. ജോർദാനൊക്കെ എതിർത്തു, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു, നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ലെന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് പാർപ്പിച്ചതിന് ശേഷം ഇവിടെ ഗാസ പൂർവ്വസ്ഥിതിയിൽ എത്തുമ്പോൾ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ? അതൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇസ്രായേലിൻ്റെ രാജ്യവിസ്തൃതിയൊക്കെ അവർ കാണുന്നുണ്ട്. ആ രാജ്യവിസ്തൃതിയൊക്കെ നേടുക എന്നുള്ളതും ഈ യുദ്ധത്തിൻ്റെ പിന്നിലുള്ള കാര്യം തന്നെയാണ്. ഇപ്പം തന്നെ ഇസ്രായേൽ ഒരു മിസൈൽ വിട്ടാൽ 2 രാജ്യങ്ങൾ കടന്നു വേണം ഇത് അങ്ങോട്ടേക്ക് ചെല്ലാൻ. ഇറാഖും ജോർദാനും മറികടന്ന് വേണം ഇത് ഇറാനിൽ ചെന്ന് പതിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ദൂരം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യവിസ്തൃതി കാണുന്നുണ്ട്. ഇറാൻ ഇതിനകത്ത് തിരിച്ചടിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ട്. തിരിച്ചടിക്കാൻ പല വഴികളുമുണ്ട്. ഇപ്പം ഇവരുടെ ഈ ഹിസ്ബുള്ള, ഹൂതികളെ ഒക്കെ തന്നെ എല്ലാ തരത്തിലും ആയുധമൊക്കെ കൊടുത്ത് സഹായിച്ചതും ഒക്കെ ഇറാനാണ്. ലെബനിലൊക്കെ കൊണ്ട് നിർത്തിയതും ഒക്കെ ഇറാൻ തന്നെയാണ്. അപ്പോൾ ഇറാനിലേക്കുള്ള പ്രധാനപ്പെട്ട മറ്റൊരു നോട്ടം എന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ നോട്ടം എന്ന് പറയുന്നത്, ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമാനിയെയാണ് നോട്ടമിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് ഉള്ള നോട്ടമാണ് ഇസ്രായേൽ നടത്തുന്നത്. അതിന് ട്രംപിൻ്റെ പിന്തുണ എന്തായാലും ഉണ്ട്. ഇപ്പം നെതന്യാഹു തന്നെ നരേന്ദ്രമോദിയെ വിളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ പിന്തുണയും ആയുധബലവും ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആയുധബലത്തിൻ്റെ കാര്യത്തിൽ ആരാ മുമ്പിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാനാണ്. ഇസ്രായേലിൻ്റെ സജീവ സേന എന്ന് പറയുന്നത് 1,76,500 ആണ്. ഇതിൻ്റെ സ്ഥാനത്ത് ഇറാൻ്റെ സജീവ സേന എന്ന് പറയുന്നത് 6 ലക്ഷത്തിന് മുകളിൽ വരും. കരുതൽ സേന എന്ന് പറയുന്നത് ഇസ്രായേലിന് 4,65,000, അത് ഇറാന് 3.5 ലക്ഷം. അർദ്ധസൈനികർ ഇസ്രായേലിന് 35,000 എങ്കിൽ അർദ്ധസൈനികർ ഇറാന് 2,20,000. ആകെ സൈനികർ വന്നിട്ട് ഇസ്രായേലിന് ഏകദേശ കണക്കാണ് 6.7 ലക്ഷമാണ് എങ്കിൽ ഇറാന്റെ ആകെ സൈനികർ 11.8 സൈനിക വൃത്തം വരുമ്പോഴും അതിർത്തി അങ്ങനെ പങ്കിടുന്നതായിട്ട് നമ്മൾ പറയുന്നില്ല. ആയുധബലത്തിന്റെ കാര്യത്തിൽ, സൈന്യബലത്തിന്റെ കാര്യത്തിൽ ഇറാനാണ് മുൻപന്തിയിൽ. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവരുടെയും കൗരവരുടെയും സൈന്യബലം നോക്കിക്കഴിഞ്ഞാൽ കൗരവർക്കായിരുന്നു 11 അക്ഷൗഹിണി, മറ്റവർക്ക് 7 അക്ഷൗഹിണിയാണ്. രണ്ടും കൂടി വരുമ്പോൾ 18. മഹാഭാരതത്തിൽ 18 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമാണ്. വിജയം പാണ്ഡവർക്ക്. ഇതിപ്പം ഇതിനിടയ്ക്ക് നിൽക്കുന്ന കുറച്ച് 2 രാജ്യങ്ങളുണ്ട്, ഇറാഖ്, യോർദാന്. എത്രയെന്ന് പറഞ്ഞാലും യുദ്ധത്തിലും മിസൈലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വിടുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടായാൽ അവരും പ്രതികരിക്കത്തില്ലേ? അവരുടെ പ്രതികരണവും ഉണ്ടാകും. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ലോകം ഭയന്നിരുന്ന ഒരു യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്.